ക്ലാസ് തോറ്റുപോയി എന്റെ പേരൊക്കെ വരുമോ? രണ്ടാമത് എഴുതി കഷ്ടിച്ച് ജയിച്ചിരുന്ന ഞാൻ. എന്റെ പേരൊക്കെ വരുമോ? കുറച്ച് ജനറൽ നോളജൊക്കെ അറിയാം. എന്റെ പേരൊക്കെ വരുമോ എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെ അവസാനം, ദൈവമേ എനിക്ക് ലാംഗ്വേജിന് പേര് വന്നാലും എനിക്ക് ജോലി കിട്ടിയാലും എന്റെ അമ്മയ്ക്ക് ഞാൻ ചെറിയൊരു കുഞ്ഞു മുട്ട് കമ്മല വന്നു സ്വർണ്ണത്തിന്റെ ഇതായിരുന്നു പ്രാർത്ഥന. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് കോയമ്പത്തൂരിലായിരുന്നു. അങ്ങോട്ട് പോയി 6 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു, എല്ലാവരും പേരുണ്ട്, പക്ഷെ നിന്റെ പേര് മാത്രം അതിനകത്ത് ഉണ്ടടാ. ഞാൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എന്റെ പേരിടെ കരഞ്ഞു. എന്താ കുരുത്തങ്കട്ട എന്റെ ശിരസിൽ അശോകസ്തംഭം വരാൻ പോവാം. അശോകസ്തംഭം തോമസിൽ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് 2 മാസത്തെ സ്റ്റൈഫൻഡ് വെച്ചു. എന്റെ അമ്മയ്ക്ക് വാങ്ങിയ മുട്ട് വന്നു. ഇപ്പോഴും ഇന്ന് ഞാൻ എയർപോർട്ടിൽ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 1-2 മണിക്ക് എന്റെ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോഴും ആ കമ്മലുണ്ട്. കാതിലുണ്ട്. വലിയ ബട്ടൺസ് ആയിട്ടിരിക്കുന്നത്. എല്ലാവരുടെ കാതില് വലിയ ബട്ടൺസ് ആയിട്ടിരിക്കുന്നത്. പുറകെ ഊരിപ്പോവായിരിക്കാം. 74 വയസ്സുണ്ട്. അപ്പൊ അത്രമേൽ കഷ്ടപ്പാട് ചോദിച്ചൊരു അമ്മ. എന്റെ അമ്മയെ ഞാൻ കണ്ടത് മൊത്തം എന്റെ ചെറുപ്പത്തിൽ കണ്ടത് അമ്മയുടെ കാതിൽ ഈർക്കിലിയാണ്. ഈർക്കിലി. കാര്യം അമ്മയ്ക്ക് ഈ കമ്മല് റോഡ് കൊണ്ട് ഇട്ട് അമ്മയ്ക്ക് ചൊറിയും. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം കമ്മൽ അഴിച്ചു വെക്കും. ആ കാഴും കഴുത്തൊക്കെ ചൊറിയും. എന്റെ ഒരു പ്രീ ഡിഗ്രി വരെ എന്റെ അമ്മ ഞാൻ അങ്ങനെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതിരൂപമായിട്ട് അമ്മയെ കണ്ടത്. ഇന്ന് അമ്മയ്ക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് അമ്മ അബേറ്റ് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് അംബാസഡറാണ് അമ്മ. എന്നിപ്പം അമ്മയ്ക്ക് 2 വണ്ടി. അമ്മ എവിടെ പോയാലും എന്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലാണ് അമ്മയായിരിക്കണം. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. 7 വർഷം 2 മാസം സർവീസ് ഉണ്ട് എനിക്ക്. ആ സർവീസ് വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആരും ആഗ്രഹിക്കുന്ന സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഔദ്യോഗിക പദവി രാജിവെച്ചുകൊണ്ട് ഞാൻ സ്വതന്ത്ര പദവിയിലേക്ക് വന്നു. അവിടെ 1 ലക്ഷം രൂപ എനിക്ക് മാസം ശമ്പളം കിട്ടുന്നത്. ഇന്ന് എനിക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപ എന്റെ വരുമാനം. ഇത് 1 ലക്ഷം രൂപ വേദികൾ ഞാൻ 30,000-40,000 വാങ്ങി ഞാൻ പോക്കറ്റിട്ട് പോകും. വീട്ടിലോട്ടല്ല കേട്ടോ പോണേ. എന്താണെന്ന് അറിയണമെങ്കിൽ ഫിലിപ്പമ്പറിന്റെ ഫേസ്ബുക്ക് പേജ് കണ്ടാവാം. കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചാരിറ്റി എന്നുള്ള പരിപാടി നടത്താറില്ല. ചാരിറ്റിയെ കുറിച്ച് എവിടെയും സംസാരിക്കാറുമില്ല. ഒരു അപേക്ഷമാരും വാങ്ങാറുമില്ല. എവിടെയും മുഖത്തുലക്കരങ്ങൾ നടത്താറുമില്ല. പക്ഷേ 55 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും വണ്ടിക്കകത്ത് ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. എന്നെ നയിക്കുകയും എന്നെ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ പ്രിയ സുഹൃത്ത് സെയ്താണ്. സെയ്ത് കൈപൊക്കിക്ക് സെയ്താണെന്ന് പറയുന്നത് ഒരു നിശബ്ദനായ ഒരു ആളാണ്. പിന്നിൽ നിന്ന് നയിക്കുന്നത് സെയ്ദ് ഉപ്പയും ഐൻഡിസിയുടെ ഒക്കെ ലീഗിന്റെ വലിയ സമൂല നേതാവൊക്കെയായിരുന്നു സെയ്ദിന്റെ ഉപ്പ. മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞ മഞ്ചേരിയിൽ അറിയപ്പെടുന്ന ഒരു നേതാവൊക്കെയായിരുന്നു അദ്ദേഹം. സെയ്ദും ഞാൻ ഒന്നിച്ച യാത്രയാണെന്ന്. സെയ്ദിന് എന്റെ കൂടെ ഇന്ന് അബുദാബിയിലേക്ക് വരാൻ നിർവാഹമില്ല. ഭാര്യ കയറുകയാണ്. അതുപോലെ ഉമ്മ ക്യാൻസർ പേഷ്യന്റോടെയാണ്. സെയ്ദിന് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം. സെയ്ദും യാത്രയിൽ ഒരുപാട് ഉമ്മയ്ക്ക് സോണിയത്തിന്റെ അമ്മയുണ്ട്. എന്റെ അമ്മയ്ക്ക് സോണിയത്തിന്റെ അമ്മയുണ്ട്. സെയ്ദിനും അമ്മയും ചിലപ്പോൾ വീട്ടിൽ നല്ല ആക്ടിങ് നാടകമൊക്കെ ചെയ്യും. എന്റെ അമ്മ ഇപ്പൊ ഇടയ്ക്കൊക്കെ നാടകം അഭിനയിക്കാറുണ്ട് വീട്ടിൽ.